ഇന്ന് പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് സാധാരണ ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുമ്പോൾ അതിനെ ആ സംസ്ഥാനത്തെ ജനങ്ങളും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളും വീക്ഷിക്കുമായിരിക്കും. പക്ഷേ മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഫലം വീക്ഷിക്കുന്നത് വളരെ കൗതുകകരമാണ്. അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിൽ ഇന്ന് വരുന്ന റിസൾട്ടിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. മമതാ ബാനർജി അവിടെ വന്നില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കുള്ള കുത്തൊഴുക്ക്, അതായത് ഇവിടെയുള്ള ബംഗാളികൾ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്ന ബംഗാളികളെല്ലാം പിടിച്ച് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു കയറ്റിയേക്കും എന്ന് അവർ ഭയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു MP തന്നെ അക്തർ ഹുസൈൻ ഇത് പാർലമെന്റിൽ പറഞ്ഞിരുന്നു. അതായത് ഇതുവരെയുള്ള എക്സിറ്റ് പോളുകൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരുമെന്ന ഭയം തനിക്കുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത്. അങ്ങനെ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗതി വളരെയധികം അസ്വസ്ഥമാകും. കാരണം ഇപ്പോൾ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നരകമാണ്. 33 കോടി ജനങ്ങൾ ബന്ധമുണ്ട്. അപ്പോൾ ആ നരകത്തിലേക്ക് വീണ്ടും ജനങ്ങളെ ഇങ്ങോട്ടേക്ക് കുത്തി നിറയ്ക്കാനായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആഘാതം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ റിസൾട്ടുകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഈ ധാക്ക എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ തലസ്ഥാനം. ഏറ്റവും കൂടുതൽ എക്സിറ്റ് പോളുകൾ ബംഗ്ലാദേശിന്റെ MP-മാരെയും ഉണർത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ എക്സിറ്റ് പോളുകൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് ബംഗ്ലാദേശിനെ ചില്ലറയൊന്നുമല്ല ബാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.